കഴിയില്ല കഴിയില്ല സൂത്രം. കഴിയില്ല കഴിയില്ല. ഇതിനു മുമ്പ് കഴിയും കഴിയും സൂത്രം പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ കഴിയില്ല കഴിയില്ല സൂത്രം. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ചെയ്യാൻ കഴിയാത്ത ജോലികളെ ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? ഇതിനു മുമ്പ് ചെയ്യാൻ കഴിയുന്ന ജോലികളെ പറ്റി അറിഞ്ഞു കഴിഞ്ഞു. എല്ലാവരെ കൊണ്ടും എല്ലാ ജോലികളും ചെയ്യാൻ സാധിക്കില്ല, അല്ലേ? അതുകൊണ്ട് ഇപ്പോൾ ആ ചെയ്യാൻ കഴിയാത്ത ജോലികളെ ഇംഗ്ലീഷിൽ എങ്ങനെ പറയണമെന്ന് മനസ്സിലാക്കാം. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? കഴിയില്ല കഴിയില്ല സൂത്രം. മലയാള വാചകത്തിന്റെ അവസാനം വരുന്ന കഴിയില്ല എന്ന വാക്ക് വരുമ്പോൾ ക്യാൻ പ്ലസ് നോട്ട് ഉപയോഗിക്കണം. ഷോർട്ട് ഫോം കാണ്ട്, ലോങ് ഫോം കനോട്ട്. ഷോർട്ട് ഫോം കാണ്ട് എന്ന ഹെൽപ്പിംഗ് വെർബ് ഉപയോഗിക്കണം. കോൺസെപ്റ്റ് കഴിയില്ല. അതുതന്നെ കഴിക്കാൻ കഴിയില്ല. ഈറ്റ് കഴിക്കുക. കാണ്ട് എന്നാൽ കഴിയില്ല. കാണ്ട് ഈറ്റ് എന്നാൽ കഴിക്കാൻ കഴിയില്ല. ഇനിയും ചില ഉദാഹരണങ്ങളെ നെക്സ്റ്റ് പേജിൽ കാണാം. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? മലയാളത്തിൽ ഇംഗ്ലീഷിൽ പോകാൻ കഴിയില്ല എന്നാൽ കാണ്ട് ഗോ. വായിക്കാൻ കഴിയില്ല എന്നാൽ കാണ്ട് റീഡ്. പഠിക്കാൻ കഴിയില്ല എന്നാൽ കാണ്ട് ലേൺ. പാടാൻ കഴിയില്ല എന്നാൽ കാണ്ട് സിംഗ്. സംസാരിക്കാൻ കഴിയില്ല എന്നാൽ കാണ്ട് ടോക്ക്. കനോട്ട് അതിന്റെ ഷോർട്ട് ഫോം കാണ്ട്. കഴിക്കാൻ കഴിയില്ല എന്നാൽ കനോട്ട് ഈറ്റ് ഓർ കാണ്ട് ഈറ്റ്. കാണാൻ കഴിയില്ല എന്നാൽ കാണ്ട് സീ. കൊടുക്കാൻ പറ്റില്ല എന്നാൽ കാണ്ട് പേ. എഴുതാൻ കഴിയില്ല എന്നാൽ കാണ്ട് റൈറ്റ്. നടക്കാൻ കഴിയില്ല എന്നാൽ കാണ്ട് വാക്ക്. ഇപ്പോൾ വാക്യങ്ങളിൽ പറയാം, ശ്രദ്ധിച്ചോളൂ. എന്നാൽ പോകാൻ കഴിയില്ല എന്നാൽ ഐ കാണ്ട് ഗോ. എനിക്ക് വായിക്കാൻ കഴിയില്ല എന്നാൽ ബിഗിനിങ്ങിൽ നിങ്ങൾ ഐ കനോട്ട് റീഡ് എന്ന് പറയാൻ കഴിഞ്ഞു. സോ വേഗത്തിൽ സംസാരിക്കണം എന്ന് നോക്കുമ്പോൾ ഫ്ലുവൻസി വേണമെന്നാൽ ഷോർട്ട് ഫോം ഉപയോഗിക്കണം. അത് മാത്രമല്ല, സ്പോക്കൺ ഇംഗ്ലീഷിൽ ഷോർട്ട് ഫോംസുകൾ തന്നെ ഉപയോഗിക്കുന്നു. എനിക്ക് വായിക്കാൻ കഴിയില്ല എന്നാൽ ഐ കാണ്ട് റീഡ്. എനിക്ക് പഠിക്കാൻ കഴിയില്ല എന്നാൽ ഐ കാണ്ട് ലേൺ. എനിക്ക് പാടാൻ കഴിയില്ല എന്നാൽ ഐ കാണ്ട് സിംഗ്. എനിക്ക് സംസാരിക്കാൻ കഴിയില്ല എന്നാൽ ഐ കാണ്ട് ടോക്ക്. എനിക്ക് കഴിക്കാൻ പറ്റില്ല എന്നാൽ ഐ കാണ്ട് ഈറ്റ്. എനിക്ക് കാണാൻ കഴിയില്ല എന്നാൽ ഐ കാണ്ട് സീ. എനിക്ക് കൊടുക്കാൻ കഴിയില്ല എന്നാൽ ഐ കാണ്ട് പേ. എനിക്ക് എഴുതാൻ കഴിയില്ല എന്നാൽ ഐ കാണ്ട് റൈറ്റ്. എനിക്ക് നടക്കാൻ കഴിയില്ല എന്നാൽ ഐ കാണ്ട് വാക്ക്. നിങ്ങളാൽ ചെയ്യാൻ കഴിയാത്ത ഏത് ജോലിയെയും കനോട്ട് ഉപയോഗിച്ച് പറയാം. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? എനിക്ക് മലയാളത്തിൽ എഴുതാൻ കഴിയില്ല. ഈ വാചകത്തെ ഇംഗ്ലീഷിൽ പറയണമെങ്കിൽ ആദ്യം ഞാൻ എന്നത് ഒരു വാക്കായി ഡിവൈഡ് ചെയ്യുക. മലയാളം എന്നതിനെ ഒരു പദമായി ഡിവൈഡ് ചെയ്യുക. ഇൻ എന്നതിനെ ഒരു പദമായി ഡിവൈഡ് ചെയ്യുക. എഴുത്ത് എന്നതിനെ വേറൊരു പദമായി ഡിവൈഡ് ചെയ്യുക. എഴുതാൻ കഴിയില്ല എന്നതിനെ വേറൊരു പദമായി ഡിവൈഡ് ചെയ്യുക. ഇവിടെ മൊത്തം 5 പദങ്ങളായി ഡിവൈഡ് ചെയ്തു. ഇവയ്ക്ക് നമ്മൾ നമ്പർ ഇടണം. ആദ്യത്തെ വാക്കിന് 1, അവസാനത്തെ വാക്കിന് 2, അതിനു മുമ്പുള്ള പദങ്ങൾക്ക് എല്ലാം വരിയായി എഴുത്ത് 3, ഇൻ 4, മലയാളം 5. ഇപ്പോൾ നമ്പർ പ്രകാരം വായിച്ചാൽ ഞാൻ എന്നാൽ ഐ, എഴുതാൻ പറ്റില്ല എന്നാൽ കനോട്ട് റൈറ്റ്, എഴുത്ത് എന്നാൽ എ ലെറ്റർ, ഇൽ എന്നാൽ ഇൻ, മലയാളം എന്നാൽ മലയാളം. നമ്പർ പ്രകാരം പറഞ്ഞാൽ എനിക്ക് മലയാളത്തിൽ എഴുതാൻ കഴിയില്ല എന്നാൽ ഐ കനോട്ട് റൈറ്റ് എ ലെറ്റർ ഇൻ മലയാളം. മലയാളത്തിൽ എഴുതാൻ കഴിയില്ല എന്നാൽ ഐ കനോട്ട് റൈറ്റ് എ ലെറ്റർ ഇൻ മലയാളം. ഇങ്ങനെ എത്ര വാക്യങ്ങൾ വേണമെങ്കിലും എഴുതാം. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? മലയാളത്തിൽ ഇംഗ്ലീഷിൽ നമ്പർ 1 എനിക്ക് പോകാൻ കഴിയില്ല എന്നാൽ ഐ ക്യാൻ ഗോ. നമ്പർ 2 എനിക്ക് വായിക്കാൻ കഴിയില്ല ഐ കാൺ റീഡ്. നമ്പർ 3 എനിക്ക് പഠിക്കാൻ കഴിയില്ല എന്നാൽ ഐ കാൺ ലേൺ. നമ്പർ 4 എനിക്ക് പാടാൻ കഴിയില്ല എന്നാൽ ഐ കാൺ സിംഗ്. നമ്പർ 5 എനിക്ക് സംസാരിക്കാൻ കഴിയില്ല എന്നാൽ ഐ കാൺ ടോക്ക്. നിങ്ങളാൽ ചെയ്യാൻ കഴിയാത്ത ഏത് ജോലിയെയും കാണ്ട് ഉപയോഗിച്ച് പറയാം. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ഡിയർ സ്റ്റുഡൻസ്,
ചെയ്യാൻ കഴിയാത്ത ജോലികളെ പറ്റി അറിഞ്ഞു കഴിഞ്ഞുവല്ലോ. ഇപ്പോൾ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ഏത് ജോലിയും കാണ്ട് ഉപയോഗിച്ച് ഇംഗ്ലീഷിൽ പറയാൻ കഴിയും. ശേഷം അടുത്ത പാഠത്തിലേക്ക് പോകാമോ?